ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. ഇത് കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴും മഴ തീർന്നിട്ടില്ല, ചെറിയ മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ ഞാൻ കാലത്ത് വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 10 മണിയൊക്കെ ആയി. കാലത്ത് ഇഡ്ഡലിയും കടലക്കറിയായിരുന്നു. ചെന്ന ഉണ്ടല്ലോ, നമ്മൾ വെളുത്ത കൊണ്ട കടല, അതുകൊണ്ട് ഒരു കടലക്കറിയും ഉണ്ടാക്കി. ഉടൻ തന്നെ കൈയോടെ തന്നെ ഞാൻ ഉച്ചക്കുള്ള ജോലിയും തുടങ്ങി. അപ്പോൾ ചോറ് വടിച്ചു വെച്ചിട്ടുണ്ട്. തോരന് വേണ്ടി ബീൻസും ക്യാരറ്റും ചെറുതായിട്ട് കുനുകുനായിട്ട് അരിഞ്ഞ് അത് തോരന് വേണ്ടി വഴറ്റാൻ തുടങ്ങി. ഇനി ഒരു കറി ഉണ്ടാക്കണം. മീനിന് എന്ത് മീൻ കിട്ടുമെന്നറിയില്ല, ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീൻ വന്നതിന് ശേഷം കറിയാണോ അല്ല ഫ്രൈ ആണോ എന്നുള്ളത് വന്നതിന് ശേഷമേ അറിയാവൂ. കാരണം എന്ത് മീൻ കൊണ്ടുവരണമെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ തോരന് എല്ലാം കൂടി കിണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അടപ്പിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മളിത് വേവിക്കാം. ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെറും എണ്ണയിലാണ് ഇത് വേകുന്നത്. അപ്പോൾ 5-10 മിനിറ്റ് നമ്മൾ എണ്ണയിൽ വേവിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ തോരന് മസാല റെഡിയാക്കണമല്ലോ. മസാല റെഡിയാക്കാൻ വേണ്ടി അപ്പോഴാണ് ഓർക്കുന്നത്, ഞാൻ ഇന്നലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ബോക്സിലാക്കിയില്ല, അത് കവറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് ബോക്സിൽ മാറ്റിയതിന് ശേഷം, പാത്രത്തിൽ മാറ്റിയതിന് ശേഷം നമ്മൾ തോരനുള്ള മസാല ഒന്ന് റെഡിയാക്കാം. അപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ് ഞാൻ ഇത് 1 കിലോ കണക്കിന് വാങ്ങിച്ച് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ബോക്സിൽ മാറ്റിയതിന് ശേഷം തോരനുള്ള മസാല നമുക്ക് റെഡിയാക്കാം. ഇച്ചിരി തേങ്ങ, കുറച്ച് ജീരകം, കുറച്ച് മുളക് പൊടി, പിന്നെ 1 അല്ലെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി, ഇത്രയും കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ഒരടി അടിച്ചെടുത്താൽ മതി. തോരനുള്ള മസാല റെഡിയാണ്. നമ്മൾ വെറും തേങ്ങ മാത്രം ഇട്ടാലും നല്ല രുചി ഉണ്ടാകും. പക്ഷേ ഇച്ചിരി മസാല കൂടി ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ രണ്ട് ബോക്സിലും മല്ലിപ്പൊടി മുളക് പൊടിയും ആക്കിയിട്ടുണ്ട്. പിന്നെ തോരനുള്ള മസാല ഞാൻ റെഡിയാക്കി. ബീൻസും ക്യാരറ്റും ഒരുവിധം വെന്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട്. ഞാനിതിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, അടച്ചു വെച്ചാണ് വേവിച്ചത്. ഇപ്പോൾ മസാല ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തിട്ട് വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് 4-5 മിനിറ്റ് ഇത് വേവിച്ചെടുത്താൽ മതി. നല്ല പൂ പോലത്തെ തോരൻ റെഡിയാവും. അപ്പോൾ മഴ ഇപ്പോഴും തീർന്നിട്ടില്ല, ഇപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളി കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. അത് ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞുപോയി, പക്ഷേ കരിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പും ചേർത്ത് ഇത് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുമ്പം നമുക്ക് മസാല അരച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാല നമ്മൾ തേങ്ങാക്കറി ഉണ്ടല്ലോ, അപ്പോൾ അതിന് അരയ്ക്കുന്ന മസാല തന്നെയാണ് ഈ കറിക്കും. തേങ്ങ, ഇച്ചിരി ജീരകം, 1 അല്ലെങ്കിൽ 2 ഉള്ളി, ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അരച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ തോരൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി. ഞാനിതിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, എണ്ണയിൽ തന്നെ ഇത് വാട്ടിയെടുത്തതാണ്. അപ്പോൾ പൂ പോലത്തെ തോരൻ റെഡിയായി. ഞാൻ ഇപ്പോൾ സ്റ്റൗവിൽ നിന്ന് ഓഫാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചോറ് സിങ്കിൽ തന്നെ നേരത്തെ വടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും നിവർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് റെഡിയായി, തോരനും റെഡിയായി, കറി ഒരു വശത്ത് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇനി മീൻ മാത്രമാണ്. മീനിന് കുറച്ച് സമയമെടുക്കും, കാരണം അവർ വാങ്ങിച്ച് കഴുകി കൊണ്ടുവരുമ്പം താമസിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഞാൻ മസാല ഇച്ചിരി നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും തേങ്ങാക്കറി, തക്കാളിക്കറി അല്ലെങ്കിൽ വെള്ളരിക്കക്കറി, ഇതുപോലത്തെ കറികളാണ് കൂടുതലും ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ് ഇവിടുത്തെ ചേട്ടന് നല്ല ഇഷ്ടം, മറ്റു കറികളെക്കാട്ടിലും. അതായത് മീൻ കറി കൂടുതൽ എടുക്കാറില്ല. മീൻ കറി, സാമ്പാർ, ഇതുപോലത്തെ ഐറ്റങ്ങളെക്കാട്ടിലും ഈ തേങ്ങാക്കറി നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ കറികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ഞാൻ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിൽ ഞാൻ വെള്ളം ചേർക്കുവാണ്. നമ്മൾ അരച്ചതിൻ്റെ തിക്നെസ് അനുസരിച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ 1-1.5 കപ്പ്, 2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്കിത് സ്വിച്ച് ഓഫ് ആക്കി കൊടുക്കാം. അപ്പം കറിയുടെ കാര്യം തീർന്നു. ഇനി ഇത് തിളയ്ക്കുമ്പം നമുക്ക് സ്വിച്ച് ഓഫ് ആക്കി കൊടുത്താൽ മതി. അങ്ങനെ മീനും കിട്ടി. അപ്പം മത്തിയാണ്, ചെറിയ മത്തിയാണ്, വേറെ മീനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം കറി വയ്ക്കുന്നില്ല, കാരണം തേങ്ങ കറി ഉണ്ടാക്കിയല്ലോ, തക്കാളി കറി ഉണ്ടാക്കിയത് കൊണ്ട് മത്തി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങ കറിയും റെഡിയായി. അപ്പം സ്വിച്ച് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്.
അത് തിളയ്ക്കാൻ പാടില്ല. ഈ തേങ്ങ കറിയൊക്കെ നമ്മൾ കൂടുതൽ തേങ്ങ അരച്ചുണ്ടാക്കുന്നതുകൊണ്ട് ഈ കറികളൊക്കെ തിളയ്ക്കാൻ പാടില്ല. തിളച്ച് വയ്യ നല്ല തിരഞ്ഞതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് തിളയ്ക്കുന്ന സമയത്ത് ഞാൻ സ്വിച്ച് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു വശത്ത് മത്തി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവാണ്. കൈയോടെ തന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രം കഴുകിയില്ല. അപ്പോൾ അപ്പോഴേ ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കുമ്പോഴുള്ള പാത്രങ്ങളും എല്ലാം ഒന്നിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അത് രണ്ടും കൂടി കഴുകിയെടുക്കുവാണ്. ഉച്ചയ്ക്ക് കഴുകിയില്ലെങ്കിൽ ഇനി വൈകുന്നേരത്തുള്ളതും കൂടി ചേർന്ന് ഒരുപാടുണ്ടാവും. പിന്നെ എല്ലാം കൂടി കഴുകാനായിട്ട് മടിയാവും. അതുകൊണ്ട് അപ്പോഴപ്പോഴായിട്ടുള്ളത് നമ്മൾ കഴുകിയെടുക്കുക. ഞാൻ കൂടുതലും കാലത്തുള്ളത് അപ്പോഴും തന്നെ കഴുകിയെടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. അതുകൊണ്ട് കഴുകിയില്ല. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് കഴുകിയെടുക്കുവാണ്. പുറത്തിപ്പോഴും ചെറിയ മഴയുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം ആദ്യത്തെ ബാച്ച് മത്തി ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ പാത്രം കഴുകലും മത്തി ഫ്രൈ ആക്കലും എല്ലാം കൂടി ഒന്നിച്ചാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചാകുമ്പോൾ ജോലി പെട്ടെന്ന് തീരുമല്ലോ. അതുപോലെ അലക്കാനായിട്ട് കുറച്ച് തുണികളുണ്ട്. അപ്പോൾ മഴ അനുസരിച്ചാണ് നമ്മൾ തുണി അലക്കാൻ പോകുന്നത്. കാരണം പുറത്ത് ഉണക്കാനിടാൻ പറ്റുകയില്ല. അപ്പോൾ വീട്ടിനകത്ത് തന്നെ ഒരു മുറിയിൽ കയറ് കെട്ടി അവിടെയാണ് ഉണക്കാനിടുന്നത്. അവിടെ ഇന്നലെ അലക്കിയ തുണികളൊക്കെ അതിൽ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ഥലമില്ല. അതുകൊണ്ട് മഴ തീർന്നതിന് ശേഷം ഇനി കുറച്ച് തുണികളുണ്ട്, അതൊന്ന് അലക്കിയിടണം. അങ്ങനെ രണ്ടാമത്തെ ബാച്ച് മത്തിയും ഞാൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങൾ കൂടി കിടപ്പുണ്ട്, അതും കൂടി ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ഓൺലൈനിൽ ഞാനൊരു കുർത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസത്തിന് മുമ്പ് ഓർഡർ ചെയ്തതാണ്, ഇന്നാണ് എത്തിയത്. അപ്പോൾ ഞാൻ ഇതുവരെ എനിക്ക് ഓൺലൈനിൽ മേടിച്ചിട്ടില്ല. പണ്ടൊക്കെ 2-3 വർഷങ്ങൾക്ക് മുൻപൊക്കെ 1-2 അങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ കൂടുതലും സ്റ്റിച്ച് ചെയ്താണ് ഇടുന്നത്. ഓൺലൈനിൽ വാങ്ങിക്കുന്ന കുർത്തിയൊന്നും എനിക്ക് എപ്പോഴും അത്ര കറക്റ്റായി ഫിറ്റായിട്ട് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കാത്തത്. ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയലും ഈ കളറും ഈ ഫ്ലോറൽ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ മക്കൾക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഡിസൈൻ. മുൻഭാഗം ഇച്ചിരി ചെറുതായിട്ടും ബാക്കിൽ ഇച്ചിരി കൂടുതലായിട്ടും ഉള്ള ഡിസൈനാണ്. അപ്പോൾ കൈ ഇച്ചിരി ഇത് വലുപ്പം കൂടുതൽ, അതുപോലെ ഷോൾഡറും ഇച്ചിരി നീളം കൂടുതലാണ്. അപ്പോൾ അതൊന്ന് കുറുക്കി അടിക്കണം. കൈയും അതുപോലെ ചെറുതായിട്ട് ഇച്ചിരി കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കണം, അത്രയുള്ള. അപ്പോൾ ഞാൻ ജീൻസിനിടാൻ കണക്കാക്കിയാണ് ഈ കുർത്തി ഓർഡർ ചെയ്തത്. അപ്പോൾ സൈസ് എനിക്ക് കണക്കാക്കിയിട്ടുണ്ട്. കൈ മാത്രമാണ് ഇച്ചിരി നീളം കൂടുതൽ, അതുപോലെ ഷോൾഡറും ഇച്ചിരി നീളം കൂടുതലായിരുന്നു. ബാക്കിയെല്ലാം കറക്റ്റായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇട്ട് നോക്കി, ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇട്ട് നോക്കി, കറക്റ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമായി. ഞങ്ങൾ ടെറസിലേക്ക് ഒന്ന് പോയി കുറേ നേരം അവിടെ കറങ്ങിയിട്ട്, അപ്പോൾ മഴയൊക്കെ തീർന്നു. കുറേ നേരം അവിടെ കറങ്ങിയിട്ട് ഒരു 5:30-6 മണി പോലെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ താഴേക്ക് വന്നു. അപ്പോൾ മോൾക്ക് സമോസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ്, അപ്പോൾ അവൾ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പനീർ സമോസയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പാല് കാച്ചിയെടുത്ത് അതിൽ കുറച്ച് നാരങ്ങ നീര് മിക്സാക്കിയിട്ട് പാല് തിരഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. 2 പ്രാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷാക്കിയിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് കുറേ കഴിഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. കുറച്ച് പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തിട്ട് അതുകൊണ്ടാണ് സമോസ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ സമോസ പാറ്റീസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇട്ട് സമോസ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പനീർ സമോസയാണ്. പനീർ മാത്രമല്ല, കടലക്കറി ഉണ്ടാക്കിയപ്പം കുറച്ച് കടല ഞാൻ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടലയും കൂടി ചേർത്തിട്ടാണ് സമോസ ഉണ്ടാക്കുന്നത്. ഇതൊരു പുതിയ റെസിപ്പിയാണ്. അപ്പോൾ പിള്ളേരായിട്ട് കണ്ടുപിടിക്കുന്നതല്ലേ, അപ്പോൾ നല്ല രുചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പനീർ ഇതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം കുറേ സമയം അങ്ങനെ പിഴിഞ്ഞ് ആ തുണിയിൽ തന്നെ അങ്ങനെ വെച്ചിരുന്നു. അപ്പം ഇതുപോലത്തെ ഒരു കഷ്ണങ്ങളായിട്ട് കിട്ടി. പിന്നെ അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു. അത് മുറിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ കയ്യിലെടുത്തപ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. പച്ചയ്ക്ക് തന്നെ ഇത് കഴിക്കാൻ തുടങ്ങി. പിള്ളേരൊക്കെ 1-2 പച്ചയ്ക്ക് തന്നെ എടുത്ത് കഴിച്ചു. ഇത് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ഇതിൽ ഇച്ചിരി മസാല ഇട്ട് കുറച്ച് എണ്ണയിൽ വറുത്തെടുത്തതിന് ശേഷം
സമോസയ്ക്കുള്ള ബേസ് റെഡിയാക്കാൻ തുടങ്ങി. അതായത് സവോള, പിന്നെ കുറച്ച് തക്കാളിയൊക്കെ ചേർത്തിരുന്നു. സവോളയ്ക്ക് ഇത് സമോസയ്ക്ക് നമ്മൾ തക്കാളി ചേർക്കാറില്ല, പക്ഷേ ഇത് പിള്ളേരായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, അവരുടെ ഇഷ്ടം പോലെ ഉള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് സമോസ ഉണ്ടാക്കിയത്. അപ്പോൾ എണ്ണയിൽ കുറച്ച് മസാലയൊക്കെ ഇട്ട് അത് പനീർ വറുത്തെടുത്തതിന് ശേഷം സവോളയും കുറച്ച് തക്കാളിയും ഗരം മസാലയും കൂടിയൊക്കെ ഇട്ട് വഴറ്റിയെടുത്തിട്ട് ഇത് രണ്ടും കൂടി മിക്സാക്കി എടുത്തു. പിന്നെ ഇതിൽ കുറച്ച് കടല ഉണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് ഞാൻ കടലക്കറിയല്ലേ ഉണ്ടാക്കിയത്, അപ്പോൾ അതിൽ കുറച്ച് കടല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിൽ ചേർത്തിട്ട് മിക്സാക്കിയിട്ടാണ് പുതിയ ടൈപ്പിലൊരു സമോസ ഉണ്ടാക്കിയത്. അപ്പോൾ സമോസ പാറ്റീസ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പനീർ മസാല ഫില്ലാക്കിയിട്ട് പിന്നെ അത് ക്ലോസാക്കി അത് പിരിഞ്ഞു പോകാത്ത രീതിയിൽ ചെറുതായിട്ട് വെള്ളം നനച്ചിട്ട് അതൊന്ന് ക്ലോസ് ആക്കിയതിന് ശേഷമാണ് സമോസ എണ്ണയിൽ പൊരിച്ചെടുത്തത്. അല്ലെങ്കിൽ സമോസ ഓപ്പണായി പോവും, എണ്ണയിലിടുമ്പോൾ തന്നെ അത് ഉടഞ്ഞു പോവും. അങ്ങനെ ഓരോന്നായിട്ട് മോള് പൊരിച്ചെടുത്തു. അപ്പം ഇതിലൊന്നും ഞാൻ ചെയ്യാൻ പോയില്ല, ഞാൻ വെറുതെ ഇങ്ങനെ കണ്ടു നിൽക്കലാണ് പണി. കഴിച്ചു നോക്കിയപ്പോൾ നല്ല രുചിയുണ്ട്. ഇപ്പം ഞാൻ സമോസ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഈ പുതിയ ഇനം സമോസ ഞാൻ ഇതുപോലത്തെ പനീറിൽ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ കഴിച്ചു നോക്കിയപ്പം നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ സമോസയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ സമയം 6-6:30 ആയി. ഞങ്ങൾ ടെറസിൽ കുറേ നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നതിന് ശേഷമാണ് സമോസയുടെ പണി തുടങ്ങിയത്. അങ്ങനെ കയ്യോടെ തന്നെ ഞാൻ ഡിന്നറിനുള്ള പണിയും തുടങ്ങി. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും വീണ്ടും കടലക്കറിയാണ്. അപ്പോൾ കടലക്കറി ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ കടലയിൽ എന്തുണ്ടാക്കിയാലും ഇവിടെ എല്ലാവരും കഴിക്കും, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. കടല സ്റ്റൂ ഉണ്ടാക്കിയാലും, അല്ലെങ്കിൽ ചന്ന ബട്ടർ മസാല ഉണ്ടാക്കിയാലും, അല്ല വെറുതെ സവോളയും ഉള്ളിയും കൂടി വഴറ്റിയിട്ട് ഒരു കറിയായിട്ട് അതിൽ കടലയിട്ട് ഒരു കറിയായിട്ട് ഉണ്ടാക്കിയാലും ഇവിടെ എല്ലാവരും കഴിക്കും, നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ എല്ലാം ചപ്പാത്തിയും കടലക്കറി നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി എല്ലാം ചുട്ട് ഇതുപോലെ ഹോട്ട് ബോക്സിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഇനി കഴിക്കാനുള്ള സമയം എത്തിയിട്ടില്ല, പക്ഷേ ഞാൻ സമോസയുടെ പണി കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ എല്ലാം ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരത്തെ ഡിന്നറിൻ്റെ പണിയും കഴിഞ്ഞു. ഇനി അല്പം പാത്രങ്ങളുണ്ട്, അതും കൂടി കൈയോടി കൂടി കഴുകി പിന്നെ ചപ്പാത്തി ഉരുട്ടിയ കട്ടയും കൂടി കഴുകി എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ പണി തീരും. അത് കഴിഞ്ഞിട്ട് സുഖമായിട്ട് നമുക്ക് ഡിന്നർ കഴിഞ്ഞിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.